ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് ലാവയുടെ ഏതെല്ലാം മോഡലുണ്ടോ ആ മോഡലിൻ്റെ എല്ലാം ചാർജിങ് കംപ്ലൈൻറ്റ് സെയിം ആണ്. അപ്പോൾ ഈ ഫേക്ക് ചാർജിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ചാർജിങ്ങിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഫേക്ക് ചാർജിങ് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ലാവയുടെ മൊബൈലുകൾ നമ്മൾ ഫേക്ക് ചാർജിങ് വരുന്നതിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള സർക്യൂട്ടും കാര്യങ്ങളുമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലാവയുടെ മൊബൈലിൽ ഫേക്ക് ചാർജിങ് വരുന്നത് അതിൻ്റെ ചാർജിങ് സെക്ഷനെല്ലാം ഞാൻ വരച്ച് കാണിക്കാം. സാധാരണ എല്ലാ മൊബൈലിനും അങ്ങനെയാണ് വരുന്നത്. ആദ്യം ഇതിനൊരു ചാർജിങ് കണക്ടർ ഉണ്ടാവും. ഇതാണ് ചാർജിങ് കണക്ടർ. അപ്പോൾ ഇങ്ങനൊരു കണക്ടർ ഉണ്ടാവും. ഇതിന് 5 ലെഗുകളുണ്ടാവും. 1 2 3 4 5. ഇതിൽ ഒരെണ്ണം മൈനസ് ആയിരിക്കും. മൈനസ് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പോൾ RX, പിന്നെ മൂന്നാമത്തെ നോ കണക്ഷൻ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ കാല് TX. ഇത് പോസിറ്റീവ് ലാസ്റ്റത്തെ. അപ്പോൾ ഈ പോസിറ്റീവ് കണക്ഷൻ പിന്നെ ചെന്ന് കയറുന്നത് ഒരു കപ്പാസിറ്ററിലേക്കാണ്. അപ്പോൾ അതൊരു കപ്പാസിറ്ററിലേക്കാണ് കയറുന്നത്. ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഇപ്പുറത്തെ സൈഡ് നെഗറ്റീവായിട്ട് എർത്ത് ചെയ്തിരിക്കും. ഇത് ഗ്രൗണ്ട് ആയിരിക്കും. പിന്നെ ഈ കണക്ഷൻ വന്ന് കയറുന്നത് 2 റെസിസ്റ്ററിലേക്കാണ്. പിന്നെ ഒരു കപ്പാസിറ്ററും കൂടെ വെച്ചേക്കും. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നെഗറ്റീവാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് കപ്പാസിറ്റർ വെച്ചേക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഫേക്ക് ചാർജിങ് വരുന്നത് എന്നതിനെപ്പറ്റിയൊക്കെ പറയാനുണ്ട്. പിന്നെ ഈ കണക്ഷൻ വന്ന് കയറുന്നത് ഒരു ട്രാൻസിസ്റ്ററിലേക്കായിരിക്കും. ട്രാൻസിസ്റ്ററിന് 3 ലെഗുകളുണ്ടാവും. ഈ സൈഡിൽ 1 2 3. ഈ 3 ലെഗുകളിൽ ഒരെണ്ണം എമിറ്റർ, പിന്നെ കളക്ടർ, ബേസ്. അപ്പോൾ ഈ പോസിറ്റീവ് വോൾട്ടേജ് നേരെ എമിറ്ററിലേക്കാണ് ഇന്ന് കയറുന്നത്. എമിറ്ററിൽ കയറി വെച്ച് ഇവിടെ ഇതിൻ്റെ കളക്ടർ ഉണ്ടാവും. പിന്നെ ഇതിങ്ങോട്ട് വന്ന് കയറും. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്ററും കൂടെ ഉണ്ട്. ഈ കളക്ടറും ഇങ്ങനെ ഈ അകത്തോടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും. നടുക്കത്തെ പോയിന്റ് ഇതുമായിട്ട് കണ്ടിന്യൂറ്റി കാണിക്കും. പിന്നെ ഇതൊരു രജിസ്റ്റർ ഉണ്ടായിച്ച് വലിയൊരു രജിസ്റ്റർ ഉണ്ടാവും. ഇതിൽ എഴുതിയിട്ടുണ്ടാവും R220 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിലേക്കാണ് കയറുന്നത്. പിന്നെ ഇത് നേരെ കയറുന്നത് ബാറ്ററി കണക്ടറിലേക്കാണ്. ബാറ്ററി കണക്ടറിൽ ഇത് പോസിറ്റീവ്, ഇങ്ങോട്ടാണ് ഈ കണക്ഷൻ കയറുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ കണക്ഷനിൽ എത്ര വോൾട്ടേജ് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തൊട്ട് ഈ വോൾട്ടേജ് വരാത്ത കാര്യവും ഞാൻ പറഞ്ഞുതരാം എന്നാണ്. ഇവിടെ നമ്മളൊരു 5.7 വോൾട്ടേജ് കാണും ഏകദേശം. ഈ വോൾട്ടേജ് ഇതിലേക്ക് കയറി ഇവിടം വരെ വരും.
ഈ കപ്പാസിറ്റർ വെച്ചേക്കുന്നത് ഈ വരുന്ന DC ഒന്ന് ഫിൽട്ടർ ചെയ്യാനായിട്ടാണ്. ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വോൾട്ടേജ് വരികയോ വല്ലതൊക്കെ ആണെന്നൊരു ഇതിൽ കൂടെ കയറി ഗ്രൗണ്ട് ചെയ്ത് പോകും. പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറാക്കുക, DC ഒന്നും കൂടെ ഒന്ന് പ്യുവറാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഉപയോഗം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഇച്ചിരി ഷോർട്ടാണെങ്കിൽ ഇതുവഴി കറണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. അപ്പം വോൾട്ടേജ് കറക്റ്റായിട്ട് ഇവിടം വരെ വരത്തില്ല. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന 5.7 വോൾട്ടേജ് ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കണം ഈ രണ്ട് കപ്പാസിറ്ററിൽ എവിടെയോ ലീക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രണ്ട് കപ്പാസിറ്റർ നിങ്ങൾ ചെക്ക് ചെയ്യണം. അല്ലാതെ ഉള്ള കേസുകളിൽ ഇപ്പോൾ ഇവിടെ വോൾട്ടേജ് 5.7 കാണിക്കുന്നുണ്ട്, ഇവിടെ വന്നേച്ച് കാണിക്കുന്നില്ലെങ്കിൽ ഈ റെസിസ്റ്റർ ഒന്ന് നോക്കണം. ഇവിടെയും 5.7 കാണിക്കുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് എഴുതി കാണിക്കാം. ഇവിടെയാണ് 5.7 വോൾട്ടേജ് കാണിക്കേണ്ടത്. പിന്നെ വന്നേച്ച് ഈ ട്രാൻസിസ്റ്ററിനകത്തൂടെ കയറി ഇപ്പറ വരുമ്പോൾ ഈ കളക്ടറിൽ ഒരു 4.5 വോൾട്ടേജ് കാണിക്കണം, 4.5 വോൾട്ടേജ് കാണിക്കണം. വരുന്നില്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളുക. പിന്നെ ഈ കപ്പാസിറ്ററും ഒന്ന് ലീക്ക് ആണെന്നൊരു ഇതുവഴി ചാർജ് ഇറങ്ങിപ്പോകും. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ 5.7 ഉണ്ടെന്നൊരു ഇവിടം വരെയുള്ള സർക്യൂട്ടെല്ലാം ഓക്കെയാണ്. 5.7 ഇല്ലെന്നൊരിയിൽ നിങ്ങൾ നോക്കുക, ഇവിടെ എത്രയാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്ററോ ഈ രണ്ട് റെസിസ്റ്ററുകളോ ആണ് കംപ്ലൈൻറ്റ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നു, ഇവിടെ 4.5 വോൾട്ടേജ് വരണം. പിന്നെ ഇവിടെ ഈ R220 എന്ന് പറയുന്ന പിന്നെ റെസിസ്റ്റർ ഇരിക്കുന്നതാണ്. ഇതിലിവിടെ വരെ മിക്കവാറും കേസുകളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 4.5 വോൾട്ടേജ് എടുത്ത് കാണിക്കും. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ 2.2 ഒക്കെ വോൾട്ടേജേ കാണിക്കുകയുള്ളൂ. അപ്പോൾ ചാർജ് കയറും, സ്റ്റോർ ആകുകയില്ല, അങ്ങനെയുള്ള പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ഇതിന് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല. ഈ R220 എന്ന് പറയുന്ന സാധനത്തിന് ഇവിടുന്ന് വരുന്ന വോൾട്ടേജിനെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് കൊടുത്തി വിടുക എന്നുള്ളതാണ്. അതൊരു 4.2 വരെ ഉള്ള വോൾട്ടേജാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ചാർജ് കറക്റ്റായിട്ട് കയറാൻ വേണ്ട വോൾട്ടേജ് ഒരു 3.8 വോൾട്ടേജ് തൊട്ട് 4.2 വോൾട്ടേജ് വരെയുള്ള വോൾട്ടേജാണ് ഇവിടെ വേണ്ടത്. അത്രയും വോൾട്ടേജ് വന്നാലേ ചാർജിങ് സ്റ്റോർ ആകുള്ളൂ. ആ വോൾട്ടേജ് വരുന്നില്ലെങ്കിൽ സ്റ്റോർ ആകുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ ബാറ്ററി കോണ്ടാക്റ്റ് നോക്കുക, 4.2 വോൾട്ടേജ് ഉണ്ടോ അതോ അത് താഴെയാണ്. ഇപ്പോൾ സാറിന് എനിക്കൊന്ന് 2 ഫോണുകൾ കിട്ടിയത് ഇവിടെ 2 വോൾട്ടേജൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പക്ക ഫേക്ക് ചാർജിങ്ങേ വരത്തുള്ളൂ. അപ്പം നിങ്ങൾ പഴയൊരു ബോഡിയിൽ നിന്ന് ഈ R220 എന്ന് പറയുന്ന ആ റെസിസ്റ്റർ എടുത്ത് വെച്ച് നിങ്ങൾ ഇവിടെ വെച്ചാൽ നിങ്ങളുടെ സർക്യൂട്ട് പൂർത്തിയായി നിങ്ങൾക്ക് ചാർജ് കയറാൻ തുടങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.